ഈ പൂവ് കഴിച്ചിട്ടുള്ളവരുണ്ടോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മുരിങ്ങയുടെ പൂവാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒന്ന് വാർത്ത് വെക്കണം. പിന്നെ കുക്കറിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള പരിപ്പും ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മുരിങ്ങയുടെ പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 1-2 വിസിൽ വന്നാൽ മതി കേട്ടോ. വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയതും ഒരു 2 വെളുത്തുള്ളി അല്ലിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വെന്ത് വന്നിട്ടുള്ള ഈ ഒരു പരിപ്പും മുരിങ്ങാപ്പൂവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പരിപ്പും മുരിങ്ങാപ്പൂവും വെച്ചിട്ടുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുരിങ്ങൻ്റെ പൂവൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.